സോ ABGനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ABG എന്താണ്? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. നമ്മുടെ ആർട്ടറീസിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജന്റെയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ലെവൽസ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ABG. ABG രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് റെസ്പിറേറ്ററി ആൻഡ് മെറ്റബോളിക്. മെറ്റബോളിക് ആണെങ്കിൽ എന്താണ്? HCO3യുടെ ഗെയിൻ അല്ലെങ്കിൽ ലോസ് കാണണം. റെസ്പിറേറ്ററി ആണെങ്കിലോ ഹൈപ്പോ വെന്റിലേഷനിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ റിറ്റൻഷൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്മുടെ ബോഡി ലോസ് ആയി പോകുമ്പോഴാണ് റെസ്പിറേറ്ററി അസിഡോസിസും റെസ്പിറേറ്ററി ആൽക്കലോസിസും ഉണ്ടാവുന്നത്. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ മെറ്റാബോളിക് അസിഡോസിസിൽ എന്താണ്? HCO3 മൈനസ് ലോസ് ആകുന്നു. മെറ്റാബോളിക് ആൽക്കലോസിസിൽ എന്താണ്? HCO3 മൈനസ് ഗെയിൻ ചെയ്യുന്നു. റെസ്പിറേറ്ററി ആസിഡോസിസിൽ എന്താണ്? പേഷ്യന്റ് ഹൈപ്പോ വെന്റിലേറ്റ് ചെയ്യുന്നു. റെസ്പിറേറ്ററി ആൽക്കലോസിസിലോ പേഷ്യന്റ് ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യാൻ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ബോഡിയിൽ കയറാനായി. ഓക്കെ, ഇനി അതിൻ്റെ വാല്യൂസ് നോക്കുകയാണെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ നോക്കുകയാണെങ്കിൽ മെറ്റാബോളിക് ആസിഡോസിസ് ഫസ്റ്റ് എടുക്കാം. മെറ്റാബോളിക് ആസിഡോസിസിൽ pH കുറവായിരിക്കും, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കും, HCO3 മൈനസ് കുറവായിരിക്കും. ഓക്കെ, ഇത് കോമ്പൻസേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഞാനിവിടെ പറയുന്നത്. ഇനി അടുത്തത് മെറ്റാബോളിക് ആൽക്കലോസിസ് എന്തായിരിക്കും? pH കൂടുതലായിരിക്കും, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കും, HCO3 മൈനസും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇനി റെസ്പിറേറ്ററി ആസിഡോസിസ് എന്തായിരിക്കും? pH കുറവായിരിക്കും, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും കൂടുതലായിരിക്കും, HCO3ന്റെ അളവ് കൂടുതലായിരിക്കും. ആൽക്കലോസിസ് എന്തായിരിക്കും? നേരെ തിരിച്ചായിരിക്കും, pH കൂടുതലായിരിക്കും, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കും, HCO3ന്റെ മൈനസിന്റെ അളവ് കുറവായിരിക്കും. ഇങ്ങനെയൊക്കെയാണ്. സോ ഇങ്ങനെയാണ് ABG ഇന്റർപ്രിട്ടേഷൻ വരുന്നത്.